ഹായ് ഓൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ ഫ്ലോ ആൻഡ് അസൈൻമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൺട്രോൾ ഫ്ലോയ്ക്ക് രണ്ട് മെക്കാനിസം ഉണ്ട്. ഒന്ന് ടു വേ സെലക്ടർ എന്ന് പറയും, രണ്ട് മൾട്ടിപ്പിൾ സെലക്ടർ എന്ന് പറയും. ടു വേ സെലക്ടർ ആണ് ഇഫ് എൽസ് എന്നുള്ള ആ ഒരു രീതിയിലുണ്ടല്ലോ. ഇഫിനെയാണ് നമ്മൾ ടു വേ സെലക്ടർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സെലക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇഫ് എൽസ് എന്നുണ്ടല്ലോ, ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് സ്കീമിൽ എഴുതുന്നത് എന്നുള്ളതാണ് മൾട്ടിപ്പിൾ സെലക്ടറിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ടു വേ സെലക്ടർ എന്ന് പറയുന്നതിൽ ഇഫ് ആണെന്ന് പറഞ്ഞല്ലോ. ഇഫിന് 3 പാരാമീറ്റർ ആണ് ഉള്ളത്. ഇഫ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ എഴുതണം, ട്രൂ ആണെങ്കിലുള്ള പാർട്ട് എഴുതുക, അത് ദെൻ എക്സ്പ്രഷൻ, അതാണ് ദെൻ എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എൽസിന്റെ ട്രൂ അല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം എന്നുള്ളതും എഴുതുക. ഒരു സിന്റാക്സ് നോക്കി, ഇഫ് എഴുതുക, പ്രെഡിക്കേറ്റ് എഴുതുക എന്ന് വെച്ചാൽ കണ്ടീഷൻ എഴുതുക, ദെൻ എക്സ്പ്രഷൻ എഴുതുക, എൽസ് എക്സ്പ്രഷൻ എഴുതുക. നോക്കാം, എല്ലാം ബ്രാക്കറ്റിലാണല്ലോ എഴുതേണ്ടത്. ഇഫ് കണ്ടീഷൻ എന്താണ്? 5 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഇതെങ്ങനെയാ വായിക്കുന്നത്? 5 ഗ്രേറ്റർ ദാൻ 2. ഈ പ്രിഫിക്സ് നൊട്ടേഷനല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ എഴുതി 5 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ യെസ് എന്ന് പ്രിന്റ് ചെയ്ത് തരിക, ഫോൾസ് ആണെങ്കിൽ നോ എന്ന് പ്രിന്റ് ചെയ്ത് തരിക. 5 ഗ്രേറ്റർ ദാൻ 2 ആണല്ലോ, അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? യെസ്. ഇഫ് 5 ഗ്രേറ്റർ, അടുത്തെന്ന് വായിച്ചു നോക്കിയേ. ഇഫ് 5 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ആദ്യം എന്ത് വരണം എന്നുള്ളത് ആദ്യം ബ്രാക്കറ്റിൽ എഴുതുക. രണ്ടാമത്തെ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എഴുതുക. അപ്പൊ ഇതിനകത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് കണ്ടീഷൻ, രണ്ടെന്ന് പറയുന്നത് ട്രൂ ആണെങ്കിലുള്ള പാർട്ട്, 3 എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിലുള്ള പാർട്ട്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 5 + 2 7 പ്രിന്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ 5 - 2 എന്നാണ് ഇത് വായിക്കേണ്ടത്. -5 2 എന്നല്ല വായിക്കേണ്ടത്. 5 - 2 3 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇത് ട്രൂ ആണല്ലോ, അപ്പോൾ 7 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അത് ഇഫ് എൽസ്. ഇഫ് ഇനി അടുത്ത് എന്താണ്? ഇഫ് എൽസിഫ് എന്ന് പറഞ്ഞിങ്ങനെ ഇഫ് എൽസിഫ് ലാഡർ ഉണ്ടല്ലോ, അതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. COND എന്ന് എഴുതും. എന്നിട്ട് ആദ്യത്തെ കണ്ടീഷൻ എഴുതുക, അത് ട്രൂ ആണെങ്കിലുള്ള എക്സ്പ്രഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിലുള്ള എക്സ്പ്രഷൻ. അങ്ങനെ എത്ര കണ്ടീഷൻ ഉണ്ടോ അത്രേ എഴുതുക, ട്രൂ ആണെങ്കിലുള്ള എക്സ്പ്രഷൻ. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളത് എൽസ് എഴുതുക, അതിന്റെ എക്സ്പ്രഷനും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം എന്ത് എഴുതണം? COND. എല്ലാം ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത് കേട്ടോ. അതിനകത്തിൽ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ ഒരു പെയർ എഴുതുക. അതിനകത്തിൽ 3 ലെസ് ദാൻ 2 ആണെങ്കിൽ, കണ്ടീഷൻ ആണല്ലോ, അതിന് സെപ്പറേറ്റ് ഒരു ബ്രാക്കറ്റ് കൊടുത്തു. 3 ലെസ് ദാൻ 2 ആണെങ്കിൽ 1 ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരേണ്ടത്, 1 ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അതല്ല 4 ലെസ് ദാൻ 3 ആണെങ്കിൽ 2 ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. ഇതൊന്നും അല്ല, ഈ രണ്ട് കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിന്റെ താഴോട്ട് കണ്ടീഷൻ എഴുതിയാൽ മതി കേട്ടോ. അതൊരു ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. അതിനകത്തിൽ ആദ്യം എഴുതേണ്ടത് കണ്ടീഷൻ എഴുതുക, എന്തെങ്കിലും ഒരു കണ്ടീഷൻ എഴുതുക, അത് ട്രൂ ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെന്റും എഴുതുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പൊ കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഈ 2 കണ്ടീഷൻ കഴിഞ്ഞ് 3 4 ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിലാണ് എൽസ്. ഏറ്റവും ഒടുക്കമാണ് എഴുതേണ്ടത് എൽസ്. ഇതൊന്നും അല്ലെങ്കിൽ 3 ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഈ കണ്ടീഷനിൽ ഏതാണ് ട്രൂ? 3 ലെസ് ദാൻ 2 അല്ല. അപ്പൊ അടുത്ത ഇത് ഓരോന്നും നോക്കും, ഇവാലുവേറ്റ് ചെയ്ത് ഏതെങ്കിലും കണ്ടീഷൻ സക്സസ് ആവുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. അങ്ങനെ എവിടെ എത്തി? 4 ലെസ് ദാൻ 3 ആണോ നോക്കി, ട്രൂ ആണോ? അല്ല, ഫോൾസ്. വീണ്ടും അടുത്ത് നോക്കി, എൽസ്. ഇതൊന്നും അല്ലെങ്കിൽ 3 പ്രിന്റ് ചെയ്യും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റിട്ടേൺസ് 3 ആയിരിക്കും പ്രിന്റ് ചെയ്യുക എന്നല്ല, റിട്ടേൺ ചെയ്യുക. ഇതാണ് എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ ഫ്ലോയിൽ ടു വേ സെലക്ടറും മൾട്ടിപ്പിൾ സെലക്ടറും. ഇനി അടുത്തത് നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. അസൈൻമെന്റ് കൺട്രോൾ ഫ്ലോ ആൻഡ് അസൈൻമെന്റ് എന്നല്ലേ, ഇതിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് x 2. അപ്പൊ എന്താണ് എക്സിന്റെ വാല്യൂ? എന്താണ് ലെറ്റ് x 2 എന്ന് പറഞ്ഞാൽ x = 2 ആണ്. ലെറ്റ് അത് കഴിഞ്ഞ് അതിനകത്ത് വരുന്ന അടുത്ത ആർഗ്യുമെന്റ് ആണ് L എന്ന് പറയുന്നത് AB. L എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്. L എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? A B എന്ന് പറയുന്ന എലമെന്റ്സ് ആണ് അതിലുള്ളതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അസൈൻമെന്റിന് വേണ്ടിയിട്ട് സെറ്റ് ക്യാർ, സെറ്റ് CDR എന്നൊക്കെ പറയുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x = 3 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എക്സിന്റെ വാല്യൂ ഇനി മുതൽ എന്തായി? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത് x = 3 ആയി.
ഇവിടെ നമ്മൾ പറഞ്ഞു സെറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന്. ഇനി വേറൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ക്യാർ. സെറ്റ് ക്യാറിലേക്ക് രണ്ട് പാരാമീറ്റേഴ്സ് വരുന്നു. ഒന്ന് ലിസ്റ്റ് ആണ്. CAR എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ലിസ്റ്റിന്റെ CAR, CDR, കോൺസ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ CAR എന്തായിരുന്നു? ഒരു ലിസ്റ്റിന്റെ ഹെഡ് ഓഫ് ദ ലിസ്റ്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു CAR. അതിനകത്ത് സെറ്റ് CAR എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ലിസ്റ്റിന്റെ പേര് എന്താണ്? L എന്നാണ്. L എങ്ങനെ ഇരിക്കുന്നത്? L ഈക്വൽ ടു എങ്ങനെയായിരുന്നത്? AB എന്നാണ് ഇരുന്നത്. ഈ ലിസ്റ്റിലേക്ക് CD എന്ന് പറയുന്ന ഒരു എലമെന്റിനെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ലിസ്റ്റ് എന്തായി? CD എന്നായി. ഇപ്പൊ നമ്മുടെ ലിസ്റ്റ് ഇതേ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഈ ലിസ്റ്റിന്റെ ഹെഡായിട്ട് CD വന്നു. അതിനുശേഷം A ഉണ്ട്, B ഉണ്ട്. ഇനി സെറ്റ് CDR ഓഫ് L എന്ന് പറയുന്നത് E. ഇതെന്താണ്? CDR എന്ന് പറയുന്നത് CAR ഹെഡ് ആയിരുന്നെങ്കിൽ CDR എന്ന് പറഞ്ഞ കുഡർ. അതെന്തായിരുന്നു? ഹെഡ് ഒഴികെയുള്ള എലമെന്റ്സ്, ലിസ്റ്റില് ഹെഡ് ഒഴികെയുള്ള എലമെന്റ്സിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു CDR. സെറ്റ് CDR എന്താണ്? ഹെഡ് ഒഴികെയുള്ള എലമെന്റ്സിനെ സെറ്റ് ചെയ്യുക. E ആണ് ഇനി ഹെഡ് ഒഴികെയുള്ള എലമെന്റ്. അപ്പൊ നമ്മളുടെ ലിസ്റ്റ് എങ്ങനെ മാറും? ഹെഡിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ L ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഹെഡ് എന്ന് പറയുന്നത് CD തന്നെ ആയിരിക്കും. ബാക്കി എന്താകാൻ പറഞ്ഞു? E ആകാൻ പറഞ്ഞു. അപ്പൊ എലമെന്റ് എന്തായി? E എന്നായി മാറി. ബാക്കി എയും ബിയും എല്ലാം ഹെഡ് ഒഴികെയുള്ള ഇത്രയും പേരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് E വരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? E ആയിരിക്കും നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇൻസ്ട്രക്ഷൻ, അതിന്റെ ഔട്ട്പുട്ടാണ് ഈ വലതുവശത്ത് കാണിച്ചേക്കുന്നത്. ഇനി സീക്വൻസിങ് എന്ന് പറയുന്നത്, സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് എഴുതുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബിഗിൻ. ബിഗിൻ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഈ ബിഗിനകത്ത് എഴുതിയാൽ ഇത് ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കോളും. പിന്നെ ഐട്രേഷൻ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഡു ഉണ്ട്, ഫോർ ഈച്ച് ലൂപ്പും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കാനുള്ളത്. കൺട്രോൾ ഫ്ലോ ആൻഡ് അസൈൻമെന്റ് വരെ പഠിക്കുക. പിന്നെ സീക്വൻസിങ്ങിന് ബിഗിൻ ഉണ്ടെന്ന് അറിയുക, ഐട്രേഷന് ഡു ആൻഡ് ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ടെന്നും അറിഞ്ഞിരിക്കുക. Thank you.